കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി മെഡിക്കൽ കോളേജിന് പിറവിയുടെ സമയം മുതൽ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് ഇടതുപക്ഷം ശ്രമിച്ചതെന്ന് മുൻ MLA അഡ്വക്കേറ്റ് M. ഉമ്മർ. ഉമ്മൻചാണ്ടി സർക്കാരിൽ താൻ MLA ആയിരിക്കുമ്പോൾ ധനകാര്യമന്ത്രി KM മാണിയാണ് മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. മെഡിക്കൽ കോളേജ് വികസനത്തിന് എന്ത് കാര്യമാണ് LDF സർക്കാർ ചെയ്തതെന്ന് M. ഉമ്മർ ചോദിച്ചു. മഞ്ചേരി നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ആശുപത്രി പരിസരത്ത് നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷിക്കാർ ചെയ്യേണ്ടത് എന്താ? മുനിസിപ്പൽ ചെയർപേഴ്സണെയും ജനപ്രതിനിധികളെയും MLA-യും വിളിച്ച് ഞങ്ങളുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പോയിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി വേണമെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തി എങ്ങനെയാണ് ഇത് കൂടുതൽ സുഖപ്രദമായ കൂടുതൽ വേറെ അടിസ്ഥാന സൗകര്യമുള്ളിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്ന ചർച്ചയ്ക്ക് വരാതെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്ന ഈ തൽക്കാലം ഒരു ചീത്ത പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നതാണ് ഇത് എന്ന് കരുതിയിരിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷി രാഷ്ട്രീയ നേതൃത്വം വല്ലാത്ത ഒരു പതനത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അതല്ലേ? എന്നിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വരുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു എന്നൊരു വാറോട് കൊടുത്ത് ഏൽപ്പിക്കുക. അങ്ങനെയാണ് ഏൽപ്പിക്കൽ? കേരള ആശുപത്രി അങ്ങനെയാണ് ഏൽപ്പിക്കാറുള്ളത്? ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ നാളുവഴി കിടക്കെ തന്നെ ഇവിടുത്തെ MLA പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൂടുതൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2011 മുതൽ 2016 വരെയാണുള്ള അധികാരത്തിലിരുന്നത്. ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് സമ്മാനിച്ച ഉമ്മൻചാണ്ടിയെ തടയാൻ മത്സരിച്ച ഇടതുപക്ഷത്തിന് വികസനത്തെക്കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? കഴിഞ്ഞ മാസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾക്ക് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഫണ്ട് വകയിരുത്തിയത്. ഇതെല്ലാം മറച്ചുവെച്ചാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തുന്നത്. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ മനോഹരമായ ജനറൽ ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമെന്നും M. ഉമ്മർ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 103 കോടി രൂപയ്ക്കാണ് 4 ഹോസ്റ്റൽ കെട്ടിടം, ഒന്ന് ലേഡീസ് ഹോസ്റ്റൽ, ഒന്ന് ജെന്റ്സ് ഹോസ്പിറ്റൽ, ഒന്ന് സ്റ്റാഫിന്, മറ്റൊന്ന് ഡോക്ടർമാർക്ക്, ഇങ്ങനെ 4 ഹോസ്റ്റൽ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുക. 700 കുട്ടികൾക്ക് വേണമെങ്കിൽ താമസിച്ച് പഠിക്കാൻ സൗകര്യമുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു ഹോസ്റ്റലായിട്ട് മാറിയിരിക്കുക. ഇതിന്റെ കൂടെ വരേണ്ട മറ്റൊരു സ്ഥാപനമാണ് അവിടെയുള്ള ഓഡിറ്റോറിയം. ഇതിന്റെ കൂടെ പ്രഖ്യാപിച്ച എന്താ ഇപ്പോഴും വരാത്തത്? 2016 AS കൊടുത്ത ആ സ്ഥാപനം ടെൻഡർ ചെയ്തിട്ട് ഇപ്പോഴും വർക്ക് തുടങ്ങി ഏറെക്കുറെ പൂർത്തിയായി, ഇപ്പോഴും കൊടുത്തിട്ടില്ല. എന്താ പൂർത്തിയാകാത്തത്? അതിന്റെ ഇലക്ട്രിഫിക്കേഷന്റെയും അതുപോലെ തന്നെ ഇന്റീരിയർ വർക്കിന്റെയും ടെൻഡർ ഇതുവരെ കൊടുത്തിട്ടില്ല. സിവിൽ വർക്കിന് വേറെ ടെൻഡർ, ഇന്റീരിയർ വർക്കിനും ഇലക്ട്രിസിറ്റിക്കും വാട്ടർ അതോറിറ്റിയുടെ വർക്ക് വേറെയാണ്. അപ്പൊ ആ വർക്ക് ടെൻഡർ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഒരു ചാൻസായി ഒരു ഉദ്ഘാടനം അവിടെ നടത്താം. ഇപ്പൊ ഈ മന്ത്രിക്ക് തന്നെ വേണമെങ്കിൽ അതിനെ പണി പെട്ടെന്ന് പൂർത്തീകരിച്ചിരുന്ന ഒരു ഉദ്ഘാടനം കൂടി നടത്താം. അപ്പൊ ഈ ഉദ്ഘാടനം ഒന്ന് നടത്തി എന്നല്ലാതെ ഈ 10-12 കൊല്ലത്തിനിടയിൽ 14 മുതൽ 2014 ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ ഇവർ കൊണ്ടുവന്ന സംഗതികൾ എന്താ? കെട്ടിടം ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുള്ള ഈ നഴ്സുമാർക്ക് താമസിക്കാനുള്ള ഈ കെട്ടിടം വന്നിട്ടുണ്ടെന്ന് സംഭവിക്കുന്നു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.